ഹായ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, എല്ലാവരും അവെയറായിട്ടിരിക്കേണ്ട ഒരു അസുഖത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സ്ട്രോക്കിനെ പ്രധാനമായിട്ട് ബാധിക്കുന്നത് ബ്രെയിനിലാണ്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് നിലച്ചു പോവുക, അതിനുശേഷം ശരീരത്തിൽ ഉണ്ടാവുന്ന തളർച്ച, ശരീരത്തിന്റെ ഒരു വശം തളർന്നു പോവുക, സംസാരശേഷിയിൽ ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ. സ്ട്രോക്കിന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ സ്ട്രോക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന് ഒരു കോഡ് ഉണ്ട്. അതായത് ബി ഫാസ്റ്റ് എന്ന് പറയും. ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, റിപ്പീറ്റഡ് ആയിട്ട് ബാലൻസ് ചെയ്യാനുള്ള ഇഷ്യൂസ് കാണുന്നത് ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഐസ്, വിഷനിൽ കാഴ്ചയിൽ എന്തെങ്കിലും മങ്ങലോ അല്ലെങ്കിൽ ഒരു കണ്ണ് മാത്രം കാണുന്ന ഒരവസ്ഥ, ഒരു ബ്ലറിങ് ഒക്കെ കാണുന്നതും ഒരു ലക്ഷണമാണ്. മറ്റൊന്ന് ഫേസ്, മുഖത്തിന്റെ ഒരു വശം ഓടിപ്പോകുന്ന അവസ്ഥ, അത് സ്ട്രോക്കിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അതുപോലെ തന്നെ ആം വീക്ക്നെസ്, സ്ട്രോക്കിൽ പ്രധാനമായിട്ട് ഒരു സൈഡ് ആയിരിക്കും, ശരീരത്തിന്റെ ഒരു വശമായിട്ട് ആയിരിക്കും തളർച്ച ഉണ്ടാവുക, ആം വീക്ക്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരശേഷിയിൽ ബുദ്ധിമുട്ടുകൾ വരിക, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, പറയുന്നത് വേറൊരാൾക്ക് തിരിയാത്ത രീതിയിൽ വരിക, ഇതൊരു പ്രധാന ലക്ഷണമാണ്. ടി എന്ന് പറയുമ്പോൾ ടൈം ടു കോൾ ആംബുലൻസ് എന്ന് പറയും. സ്ട്രോക്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് നമ്മൾ എത്ര നേരത്തെ, അതായത് സ്ട്രോക്ക് സംഭവിച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിലുള്ള കോശങ്ങൾക്ക് ഓരോ നിമിഷം കൂടുതൽ സ്ട്രോക്ക് വന്നതിന് ശേഷം ആ സെൽസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏർലി ഇന്റർവെൻഷൻ, ഏർലി എമർജൻസി കെയർ സ്ട്രോക്കിന്റെ ചികിത്സയിൽ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇത് കൂടാതെ തന്നെ പല ലക്ഷണങ്ങളും കാണാറുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം കൊണ്ടുള്ള തലവേദന, ഏതെങ്കിലും ഒരു സൈഡ് തരിപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഒരു ഭാരം അനുഭവപ്പെടുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഏജ് ആയിട്ട് വരുന്നവർക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ, നല്ല രീതിയിൽ BP എപ്പോഴും കൂടി നിൽക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ വേണ്ട രീതിയിൽ മെഡിക്കേഷൻസ് എടുക്കാത്തത് കൊണ്ട് തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, അതുപോലെ തന്നെ നമ്മളെ ഹാബിറ്റ്സ്, പുകവലി, ആൽക്കഹോളിസം, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള മറ്റ് കൊളസ്ട്രോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ സ്ട്രോക്കിന്റെ പ്രധാന കാരണങ്ങളായിട്ട് കാണാറുണ്ട്. 2 രീതിയിൽ നമുക്ക് സ്ട്രോക്ക് അനുഭവപ്പെടാറുണ്ട്. ഒന്ന്, രക്തക്കുഴൽ ബ്ലോക്ക് ആയിട്ട് വരുന്നതിന് ഇഷീമിക് സ്ട്രോക്ക്, അതായത് എന്തെങ്കിലും ക്ലോട്ട് കൊണ്ടൊക്കെ ബ്ലോക്ക് ആയിട്ട് വരുന്ന സ്ട്രോക്കിന് ഇഷീമിക് സ്ട്രോക്ക് എന്നും. മറ്റൊന്ന്, ബ്ലഡ് പ്രഷറൊക്കെ കൂടിയിട്ട് വരുന്ന സ്ട്രോക്ക്, ഹെമറേജ് സ്ട്രോക്ക്, ബ്ലീഡിംഗ് ആണ് ആ സ്ട്രോക്കിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. വൺസ് എമർജൻസി കെയർ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് ഒന്ന് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആയിട്ട് ഇതിന് ശേഷം പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, ഏതെങ്കിലും ശരീരത്തിന് തളർച്ചയോ എന്തെങ്കിലും സംസാരശേഷിയിൽ ബുദ്ധിമുട്ടോ പെരുമാറ്റത്തിലും ആളുകളിൽ തിരിച്ചറിയാനും ഓർമ്മശക്തിയിലൊക്കെ വരുന്ന കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഒക്കെ കാണാനെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീഹാബിലിറ്റേഷൻ ചികിത്സ എത്രയും നേരത്തെ തുടങ്ങുന്നോ അത്രയും നേരത്തെ നമുക്ക് റിസൾട്ട് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എപ്പോഴും നേരത്തെ തുടങ്ങുന്ന റീഹാബിലിറ്റേഷൻ ചികിത്സ കൊണ്ട് തന്നെ പേഷ്യന്റ് നല്ല രീതിയിലുള്ള റിസൾട്ട് മിനിമം ഡ്യൂറേഷൻ കൊണ്ട് തന്നെ എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ തെറാപ്പി ഉണ്ട്. അതായത് ഫിസിയോതെറാപ്പി, ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പി, അതുപോലെ തന്നെ സ്പീച്ച് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നിർബന്ധമായിട്ട് സ്പീച്ച് തെറാപ്പിയിലൂടെ നല്ല രീതിയിലുള്ള റിക്കവറി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫുട്ട് റിഫ്ലക്സോളജി, അക്യുപഞ്ചർ, ഇതൊക്കെ കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ചികിത്സയ്ക്ക് വളരെ നല്ല റിസൾട്ട് സ്ട്രോക്ക് റീഹാബിലിറ്റേഷനിൽ കാണാറുണ്ട്. അതിന്റെ കൂടെ തന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ്സ്, സ്പെസിഫിക് ആയിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ്സ്, അതായത് ഇപ്പോൾ ശരീരത്തിന്റെ വീക്ക്നെസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ധാരകള്, നസ്യം, ബ്രെയിനിലെ പ്രശ്നങ്ങൾക്ക് കൂടുതലായിട്ടും ആക്ട് ചെയ്യുന്ന നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നസ്യം എന്ന് പറയുന്നത്. നേസൽ മ്യൂക്കോസ വഴി മരുന്നെത്തിക്കുന്ന ഒരു ചികിത്സയാണ്. അതുപോലെ തന്നെ ശിരോധാര, തൈലധാരയൊക്കെ ബ്രെയിൻ ഫംഗ്ഷൻ കൂട്ടാൻ സഹായിക്കും. മെഡിക്കേറ്റഡ് എനിമ, ആയുർവേദത്തിലുള്ള വസ്തി എന്ന് പറയുന്ന ചികിത്സ വളരെ നല്ല രീതിയിൽ പേഷ്യന്റിന്റെ വീക്ക്നെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഗെയിറ്റും കാര്യങ്ങളൊക്കെ ശരിയാവാനും സഹായിക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും സ്ട്രോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയായിട്ട് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അത് ചെറിയ രീതിയിലുള്ള മരുന്നുകൾ കൊണ്ട് മാനേജ് ചെയ്യാൻ വിചാരിക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.
ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ആക്സസ് ഫോളോ ചെയ്യുക.